എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കാലത്തെ അതിജീവിച്ച ഒരു ജ്ഞാനശേഖരത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മൾ പോകുന്നത് 1940ലേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 1940 ഒക്ടോബറിലെ അഖണ്ഡജ്യോതി മാസികയിലേക്ക്. അതിലടങ്ങിയിരിക്കുന്ന ആഴത്തിലുള്ള ചിന്തകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഈ സന്ദേശം വരുന്നത് എങ്ങനെയുള്ളൊരു സമയത്താണെന്ന്. 1940 ലോകം മുഴുവൻ ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിൽ ഭയത്തിൽ ജീവിക്കുന്നൊരു കാലം. അങ്ങനെയുള്ള പുറമേ ആകെ കലങ്ങിമറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഉള്ളിലേക്ക് നോക്കാനും സമാധാനം കണ്ടെത്താനും പറയുന്ന ഈ വാക്കുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ആഴവും പ്രസക്തിയുമുണ്ട്, അല്ലേ? അപ്പോ നമുക്ക് ഈ യാത്രയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം. സത്യാന്വേഷണം. സത്യം പറഞ്ഞാൽ ഏതൊരു അന്വേഷണവും തുടങ്ങുന്നത് എവിടെ നിന്നാ? നമ്മുടെയൊക്കെ ഉള്ളിൽ സ്വാഭാവികമായി വരുന്ന ചില ചോദ്യങ്ങളിൽ നിന്നും ചില സംശയങ്ങളിൽ നിന്നുമൊക്കെ തന്നെയാണ്, അല്ലേ? അപ്പോ എന്തായിരിക്കും ആ ഏറ്റവും വലിയ തടസ്സം? നമ്മളെ സമാധാനവും അറിവും ഒക്കെ തേടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, വഴിമുടക്കി നിൽക്കുന്ന ആ ഒരു സംഭവം അതെന്തായിരിക്കും? ഉത്തരം ഒന്നേയുള്ളൂ: സംശയം. അതെ, നമ്മുടെ ആത്മീയ യാത്രയിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ സംശയമാണ്. ലക്ഷ്യത്തെക്കുറിച്ച് സംശയം, നമ്മൾ പോകുന്ന വഴിയെക്കുറിച്ച് സംശയം, എന്തിന് അവസാനം നമ്മളെക്കുറിച്ച് തന്നെ ഒരു സംശയം. ഇത് നമ്മുടെ ഓരോ ചുവടിനെയും ദുർബലമാക്കി കളയും. അപ്പോ ഈ സംശയങ്ങളെയൊക്കെ മറികടക്കാൻ പ്രാർത്ഥന സഹായിക്കുമോ? ഇവിടെ പ്രാർത്ഥനയെ കാണുന്നത് അല്പം വ്യത്യസ്തമായിട്ടാണ്. അതായത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെറുതെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നൊരു ഏർപ്പാടല്ല, മറിച്ച് അതൊരു അന്വേഷണമാണ്. എന്താണ് ധർമ്മം, എന്താണ് ശരിയായ വഴി എന്നൊക്കെ നമ്മളോട് തന്നെയും ആ ഉയർന്ന ശക്തിയോടും ചോദിക്കുന്നൊരു ആത്മാർത്ഥമായ ശ്രമം. നമ്മളെ ഒരു ഹയർ കോൺഷ്യസ്നെസ്സുമായി കണക്ട് ചെയ്യുന്നൊരു പ്രോസസ്സ്. ശരി, അപ്പൊ സംശയങ്ങളുടെ ആ ഒരു കടമ്പ് നമ്മൾ കടന്നു എന്ന് വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്നുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലലാണ്. നമ്മുടെ യഥാർത്ഥ ശക്തിയുടെ, പവറിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ സമയമായി. ഒരു സിമ്പിൾ ചോദ്യം: യഥാർത്ഥ ശക്തി അല്ലെങ്കിൽ പവർ അതെവിടെയാണിരിക്കുന്നത്? നമ്മൾ കാണുന്ന ഈ പുറം ലോകത്താണോ, അതോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ലോകത്താണോ? നമ്മളിൽ പലരും എപ്പോഴും പുറത്തേക്കാണല്ലോ നോക്കാറ്, അല്ലേ? പക്ഷേ ശരിക്കുള്ള ഉത്തരം എവിടെയാണ്? അവിടെയാണ് ആ ഏറ്റവും വലിയ തിരിച്ചറിവ് വരുന്നത്. നമുക്ക് വേണ്ട എല്ലാ ശക്തിയും, എല്ലാ എനർജിയും, എല്ലാ പവറും അതെല്ലാം മറ്റെവിടെയുമല്ല, ഓൾറെഡി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പുറത്ത് അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ പണി അത് തിരിച്ചറിയുക, കണ്ടെത്തുക എന്നത് മാത്രമാണ്. ഈയൊരു ആശയം മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല. നോക്കൂ, തോമസ് എഡിസൺ. അദ്ദേഹം പുറത്തുള്ളൊരു ശക്തിയാണ് ഉപയോഗിച്ചത്, വൈദ്യുതി. അതുകൊണ്ട് ഭൗതിക ലോകത്തെ മാറ്റിമറിച്ചു, നമുക്കെല്ലാവർക്കും വെളിച്ചം തന്നു. ഇനി ഗാന്ധിജിയെ നോക്കൂ, അദ്ദേഹം ഉപയോഗിച്ചതെന്താ? ഉള്ളിലുള്ള ശക്തി, ആത്മശക്തി, അഹിംസ. അതുകൊണ്ട് ഒരു ജനതയുടെ മനസ്സിനെയാണ് അദ്ദേഹം മാറ്റിമറിച്ചത്. ഒന്ന് പുറം ലോകത്തെ മാറ്റി, മറ്റൊന്ന് അകം ലോകത്തെ മാറ്റി. കണ്ടില്ലേ ആ വ്യത്യാസം? ഓക്കെ, സമ്മതിച്ചു, ശക്തി നമ്മുടെ ഉള്ളിലാണ്. പക്ഷേ അതെങ്ങനെ പുറത്തെടുക്കും? അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? വെറുതെ അവിടെ ഉണ്ടെന്നറിഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിനുള്ള പ്രായോഗികമായ വഴികളാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മെത്തേഡ്സ് ആണ് സാധന എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം, ഈ ഉള്ളിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളൊരു വഴിയൊന്നുമല്ല. ഒരുപാട് തടസ്സങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നേരിടാം, എങ്ങനെ ഈ വഴിയിലൂടെ മുന്നോട്ട് പോകാം, നമുക്ക് നോക്കാം. ഇവിടെ വളരെ വ്യക്തമായ 3 സ്റ്റെപ്പുകളാണ് പറയുന്നത്. സ്റ്റെപ്പ് 1: തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള തടസ്സങ്ങൾ. ആദ്യം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. സ്റ്റെപ്പ് 2: മൗനം പരിശീലിക്കുക. ചുറ്റുമുള്ള ബഹളങ്ങളൊക്കെയൊന്ന് നിർത്തി ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉള്ളിലുള്ള ശബ്ദം കേൾക്കാൻ പറ്റൂ, അല്ലേ? ഇനി സ്റ്റെപ്പ് 3: ധ്യാനം. ആ കിട്ടിയ ശാന്തതയിൽ മനസ്സിനെ ഒന്നിൽ മാത്രം ഉറപ്പിച്ചു നിർത്താൻ പഠിക്കുക, ഫോക്കസ് ചെയ്യുക. ശരി, നമ്മൾ ധ്യാനിച്ചു, മൗനം പരിശീലിച്ചു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒതുങ്ങി നിന്നാൽ മതിയോ? പോരാ. ഈ കിട്ടിയ ജ്ഞാനം, ഈ ഒരു മാറ്റം, അത് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? നമ്മുടെ കാഴ്ചപ്പാടുകളെ അതെങ്ങനെയാണ് മാറ്റിമറിക്കുക? അതാണ് അടുത്ത പോയിന്റ്. അതായത്, നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു മാറ്റം സംഭവിച്ചാല് പിന്നെ നമ്മളെ ലോകത്തെ പഴയതുപോലെ തന്നെയാണോ കാണുക? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും സന്തോഷവും സങ്കടവും ഇതിനെയൊക്കെ നമ്മൾ കാണുന്ന രീതി തന്നെ അങ്ങ് മാറും. അതെങ്ങനെയാണെന്നല്ലേ? ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്.
നോക്കൂ, ഉള്ളിൽ ശക്തി നേടിയ ഒരാൾക്ക് ദാരിദ്ര്യം പോലും ഒരു ശാപമല്ല, മറിച്ച് നമ്മളെ കരുത്തരാക്കുന്ന ഒരു നല്ല അമ്മയാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനും ഈ പ്രപഞ്ചത്തിന്റെ ഒരു ബാലൻസ് നിലനിർത്താനുമാണ്. ഇനി നമ്മൾ അനുഭവിക്കുന്ന വേദനയും സങ്കടവുമോ? അതും വെറുതെയല്ല, അതെല്ലാം നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഓരോ അനുഭവങ്ങളാണ്. പിന്നെ മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യം, പാപം ചെയ്യാത്തവരാരാണുള്ളത്, അല്ലേ? അപ്പൊ പിന്നെ വിധി പറയാൻ നമുക്കെന്താ അധികാരം? കണ്ടില്ലേ, കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറി. അപ്പോ നമ്മൾ ഈ ഒരു യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെ എല്ലാം ഒരു സത്ത, ഒരു ഫൈനൽ മെസ്സേജ്, അതാണിനി. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം. ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിലും ഇപ്പോൾ ആ ചോദ്യമുണ്ടാവാം. ഷോ, എത്രയും കാലം പോയില്ലേ, ഇനി തുടങ്ങാൻ ഒരുപാട് വൈകിപ്പോയോ എന്നൊരു തോന്നൽ. ഇത് വളരെ സാധാരണയായി തോന്നുന്ന ഒരു പേടിയാണ്. പക്ഷേ അതിനുള്ള ഉത്തരം വളരെ ഉറച്ച ഒന്നാണ്. ഇല്ല, ഒരിക്കലും വൈകിട്ടില്ല. ആത്മീയമായൊരു ഉണർവിന് ശരിയായ സമയം, തെറ്റായ സമയം എന്നൊന്നുമില്ല. തുടങ്ങാൻ പറ്റിയ ഒരേ ഒരു സമയമേ ഉള്ളൂ. അത് ഇപ്പോഴാണ്, ഈ നിമിഷം. അതുകൊണ്ട് വൈകിപ്പോയി എന്ന ചിന്തയ്ക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. അപ്പോ നമുക്ക് ഈ യാത്രയിലെ പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. 1. സംശയത്തെ ഇല്ലാതാക്കുക. കാരണം സംശയം നമ്മളെ നശിപ്പിക്കും. 2. യഥാർത്ഥ ശക്തി പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. 3. ആ ശക്തിയെ പുറത്തു കൊണ്ടുവരാനുള്ള താക്കോലാണ് മൗനം, ധ്യാനം പോലുള്ള പരിശീലനങ്ങൾ. 4. ഈ ഉള്ളിലെ ശക്തി നമ്മുടെ പുറം ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റും. പിന്നെ ഏറ്റവും അവസാനമായി നമ്മുടെ ഈ ചെറിയ ഞാൻ എന്ന ചിന്തയെ വലുതാക്കുക, വികസിപ്പിക്കുക. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അവസാനമായി ഈ ചർച്ചയുടെ ഏറ്റവും ശക്തമായ ആ ഒരു ആഹ്വാനത്തിൽ നമുക്ക് നിർത്താം. അഹംഭാവ കാ പ്രസാർ കരോ. എന്താണതിന്റെ അർത്ഥം? നിങ്ങളുടെ ഞാൻ എന്ന ബോധത്തെ വികസിപ്പിക്കുക. ഞാൻ എന്നാൽ ഈ ശരീരം മാത്രമല്ല, അല്ലെങ്കിൽ എന്റെ കുടുംബം മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഞാനാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്ന ഒരു വലിയ തിരിച്ചറിവിലേക്ക് വളരുക. ഒരു തുള്ളി വെള്ളം കടലായി മാറുന്നത് പോലെ. ഒരുപക്ഷേ ഈ യാത്രയുടെയെല്ലാം ആത്യന്തികമായ ലക്ഷ്യം അത് തന്നെയായിരിക്കും.